ഒരുപാട് നാളായി സത്യത്തിൽ ഒരു പൊതിച്ചോറ് തിന്നിട്ട് കേട്ടോ. പൊതിച്ചോറ് ഇഷ്ടമല്ലാത്തവരുണ്ടോ? എല്ലാവർക്കും പൊതിച്ചോറ് ഇഷ്ടമല്ലേ? പൊതിച്ചോറ് അഴിക്കുമ്പോൾ ആ ഒരു മണം, അതിനകത്തിന് എന്ത് കറിയാണെങ്കിലും ഒരു മണം വരും. വാഴയിലയിൽ പൊതിഞ്ഞ് വെച്ചേക്കണല്ലേ. അപ്പം അങ്ങനെ ഒരു പൊതിച്ചോറ് ഇന്ന് എനിക്ക് കഴിക്കാൻ പറ്റി. ഇന്ന് നമുക്ക് 100K സബ്സ്ക്രൈബേഴ്സ് ആയി കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എല്ലാവരോടും ഒരുപാട് സ്നേഹം മാത്രം കേട്ടോ, നന്ദിയല്ല, സ്നേഹമാണ് കേട്ടോ. എല്ലാവരോടും ഒരുപാട് സ്നേഹം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരോടും സ്നേഹം. അപ്പോൾ ആ പൊതിച്ചോറ് അഴിച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ പുനലൂർ വരെ പോയപ്പം രഞ്ജിനി ചേച്ചിയുടെ വീട്ടിൽ പോയി കേട്ടോ. അപ്പോൾ ചേച്ചീൻ്റെ അടുത്ത് ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു എനിക്ക് വിശക്കെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി അപ്പൂൻ്റെ പൊതിച്ചോറെന്ന് പറഞ്ഞ് എടുത്ത് തന്നതാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഇന്നാളെ നമ്മളിരുന്ന് പഴങ്കഞ്ഞി കുടിക്കുന്നത് ഞാൻ ഇടാൻ വെച്ചേക്കോ. ദൈവമേ ഒന്ന് നോക്കിയാണെ 100K സബ്സ്ക്രൈബർ ആയിട്ട് ഞാൻ ചേച്ചിയുടെ അടുത്ത് വന്ന് വീട്ടിൽ വന്ന് പൊതിച്ചോറ് തിന്നാണ്. അതാണ് അല്ല. അങ്ങനെ നമ്മൾ 100K സബ്സ്ക്രൈബർ ആയതുകൊണ്ട് ഞാൻ രഞ്ജിനി ചേച്ചിയുടെ വീട്ടിൽ വന്ന് പൊതിച്ചോറ് തിന്നാണ്. വേണ്ട മുട്ട പയറും ചമ്മന്തി